അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയുടെ ഭൗതിക ശരീരം ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും DNA പരിശോധനയ്ക്കും ഒടുവിൽ ഇന്ന് ജന്മനാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സ്വന്തം കഠിനാധ്വാനത്തിൽ പടുത്തുയർത്തിയ പുതിയ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാമെന്ന് സ്വപ്നം കണ്ടിരുന്ന രഞ്ജിതയെ വിധി തട്ടിയെടുത്തത് രാജ്യത്തെ നടുക്കിയ ഒരു വിമാന അപകടത്തിലൂടെയായിരുന്നു. ജൂൺ 12-ന് രാജ്യത്തെ ഞെട്ടിച്ച വിമാന ദുരന്തം സംഭവിച്ചതിന് ശേഷം രഞ്ജിതയുടെ ഭൗതിക ശരീരം തിരിച്ചറിയാൻ കുടുംബം വലിയ പ്രയാസങ്ങളാണ് നേരിട്ടത്. അപകട സ്ഥലത്തു നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ അത്രയധികം വികൃതമായിട്ടുണ്ടായിരുന്നു. രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകിയിരുന്നെങ്കിലും അത് രഞ്ജിതയുടെ ശരീരവുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇത് കുടുംബത്തെ കൂടുതൽ വിഷമത്തിലാക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് രഞ്ജിതയുടെ അമ്മ തുളസിയുടെ DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത്. ഒടുവിൽ ഇന്നലെയാണ് പുറത്തുവന്ന പരിശോധനാ ഫലത്തിൽ രഞ്ജിതയുടെ ഭൗതിക ശരീരം അമ്മയുടെ DNA-യുമായി പൊരുത്തപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. ദുരന്തം സംഭവിച്ച് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം ഔദ്യോഗികമായി തിരിച്ചറിയുന്നത്. രതീഷും കുടുംബ ബന്ധുവുമായ ഉണ്ണികൃഷ്ണനും ഈ ദിവസങ്ങളിൽ അഹമ്മദാബാദിൽ തന്നെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി ശേഷമാണ് തിരിച്ചു വന്നത്. DNA ഫലം പുറത്തു വന്നതോടെ രഞ്ജിതയുടെ ഭൗതിക ശരീരം ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കിയിരുന്നു. രതീഷും ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ നിന്നും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ ഭൗതിക ശരീരം എത്തിച്ചത്. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിലെ പുല്ലാട്ടുള്ള ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പ്രദർശനത്തിനായി കൊണ്ടുവന്നു.